വൈഫും മക്കളും ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എണീക്കാൻ ലേശം നേരം വൈകിപ്പോയി. ആ വിഷയം ഞാൻ അന്വേഷിച്ചു. ചിലപ്പോൾ തിരുവനന്തപുരം വരെ ഒന്ന് പോകേണ്ടി വരും. ചിലവുള്ള കാര്യമാണ്. ആ ആരോ വന്നും തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. ബാക്കി കാര്യം നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആ ആ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. എന്നാൽ ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റക്കാ. ചായ ഉണ്ടാക്കണോ? ചായ ഒന്നും വേണ്ട, അവിടെ നിൽക്ക്. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സക്കരിയാൻ ഇന്നലെ പോലീസ് പിടിച്ചു കൊണ്ടേത് ഈ അറിഞ്ഞിട്ടുണ്ടോ? ആ, വീട്ടിൽ വന്ന് പിടിച്ചുണ്ടോ എന്നൊക്കെ കേട്ടു. കേട്ടപ്പോ സമാധാനായി. ഓൻ ജാമ്യത്തിലിറങ്ങി. ജാമ്യത്തിലിറങ്ങിന്നോ? ആരാണ് ഇറക്കിയത്? കള്ളിന്റെയും കഞ്ചാവിന്റെയും യജമാനന്മാരുണ്ടല്ലോ എന്റെ കൂടെ, ഓരിൽ ആരെങ്കിലും ആയിരിക്കും. ഇനിയിപ്പ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന് എന്നോടാ ചോദിക്കുന്നത്? എന്റെ കാര്യം മക്കളോടല്ലാതെ ഞാൻ ആരോടാ പറയാ? അത് ശരി, നിങ്ങൾ കുടുങ്ങിയപ്പോഴാണ് മൂത്ത മോനെ പറ്റി ഓർത്തല്ലേ? സക്കരിയാക്ക് 15 ലക്ഷം ഉറുപ്പിയാണ് ചോളാന്ന് എണ്ണിക്കൊടുത്തത്. എനിക്കും കൂടി അവകാശപ്പെട്ട സ്വത്ത് വിറ്റിട്ടാ അത് കൊടുത്തത്. അത് സക്കരിയാക്ക് കൊടുത്തതല്ലോ, ഓന്റെ പെണ്ണിന്റെ കൂട്ടർക്ക് നഷ്ടപരിഹാരം കൊടുത്തതല്ലേ? അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഓന്റെ പെണ്ണിന്റെ പണ്ടം വിറ്റ് തന്നത് ഞാനല്ലല്ലോ. അതുകൊണ്ട് അധികം വർത്താനത്തിന് ഞാനില്ല. ഒരു 15 ലക്ഷം ഉറുപ്പ്യ എനിക്കും കിട്ടണം. മുതലൊക്കെ വിറ്റ് തീർന്ന കാര്യം എനക്കറിയില്ലേ? ആരാ വിറ്റ് തീർക്കണത്? ഞാനാ? വിറ്റ് തീർക്കണത് എനിക്ക് തിന്നാനല്ല, മയ്യത്ത് പോലെ ഒറ്റ കിടക്കണുണ്ട് വീട്ടില് എന്റെ അനിയൻ, ഓന്റെ ചികിത്സക്ക. എന്തിനാണ് വിറ്റ് തുലച്ച് ചികിത്സിക്കുന്നത്? മരിച്ചു പോയിക്കോട്ടെ, ആർക്കും ഒരു ഉപകാരമില്ലാതെ ജീവിച്ചിട്ടെന്താ കാര്യം? എന്നാൽ ഈ വന്നിട്ട് ഓൻ അങ്ങോട്ട് കൊന്നാളാ, ഞങ്ങൾ മാറിത്തരാ. അതിന് ഞാൻ വരണമെന്നില്ല. ആ പണി മിക്കവാറും സക്കരിയ ചെയ്തോളും. എന്റെ മയ്യത്ത് പോലെ നിറക്കിട്ട് അത് നടക്കുള്ളൂ. ഇക്കോലത്തിലാണെങ്കിൽ അതും സക്കരിയ തന്നെ ചെയ്യും. 3 മക്കളെ പോറ്റി വലുതാക്കിയിട്ട് എന്റെ ഗതി ഇതായല്ലോ റബ്ബേ. നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സക്കരിയ കുറെ കാലായി പൊര വിറ്റിട്ട് ഓന്റെ അവകാശം കിട്ടണമെന്നും പറഞ്ഞ് ശല്യം ചെയ്യുന്നു. പോലീസ് പിടിച്ചപ്പോ സമാധാനിച്ചിരിക്കായിരുന്നു. ഓൻ ജാമ്യത്തിൽ ഇറങ്ങിക്കണെന്ന് കേട്ടപ്പോ മുതൽ ഉള്ള സമാധാനം പോയി. ഓനിക്കിനി എന്ത് ചെയ്യുമ്പോൾ അവകാശ? 15 ലക്ഷം കൊടുത്തില്ലേ? തൽക്കാലം അത് മതി. അതുപോലൊരു 15 ലക്ഷം എനിക്കും അവകാശമായി തന്നിട്ട് മതി ബാക്കി വർത്താനം. നിങ്ങളെന്താ മക്കളുടെ കാര്യത്തിൽ പക്ഷപാതം കാണിക്കുന്നത്? ഹലോ, ഞാനിത് ഇറങ്ങി.